മനുഷ്യനുള്ള കാലം വരെ ഭൂമിയിൽ ഉണ്ടാക്കുന്ന മാലിന്യം വളരെ വലുതും ഇനിയും കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ ബഹിരാകാശത്ത് മനുഷ്യനുണ്ടാക്കുന്ന മാലിന്യങ്ങൾ കൂടി ഭൂമിയിൽ പതിച്ചാലോ? അതെ, ഭൂമിയിൽ ഇനി സ്ഥിരമായി അല്ലെങ്കിൽ മനസമാധാനമായി ജീവിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പായി. കിലോ കണക്കിന് ഭാരമുള്ള ലോഹ കഷ്ണങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഭൂമിയിലേക്ക് പതിക്കേണ്ടി വരുന്ന അവസ്ഥ, അത് പ്രതീക്ഷിച്ച് നോക്കിയിരിക്കേണ്ടി വരുന്ന അവസ്ഥ, അത് വളരെ ഭയാനകരവും വേദനാജനകവുമാണ്. എന്തിനു പറയുന്നു, ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ഭയക്കുന്ന കെസ്ലർ സിൻഡ്രമിനെയാണ് ശാസ്ത്രം ഭയക്കുവാൻ പോകുന്നത്. അത് അദ്ദേഹം പറഞ്ഞതുപോലെ സത്യമാകുകയാണോ? കെനിയയിലെ മാക്വാനി കൗണ്ടിയിലെ മുക്കുക്കു ഗ്രാമത്തിലാണ് 500 കിലോ ഭാരമുള്ള 8 അടി വ്യാസമുള്ള ഏതോ റോക്കറ്റിൻ്റെ അവശിഷ്ടമായ വലിയ ലോഹവളയം ഭൂമിയിലേക്ക് പതിച്ചത്. ഈ ലോഹവളയം ഏത് രാജ്യക്കാരുടേതാണ് എന്ന് വിദഗ്ധർ പരിശോധിച്ചു നടത്തി വരികയാണ്. കെനിയയിലുണ്ടായ ഈ സംഭവം ലോകത്ത് ആദ്യമായല്ല ഉണ്ടാകുന്നത്. ബഹിരാകാശ മാലിന്യങ്ങളുടെ ഭീഷണി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മനുഷ്യർക്ക് ഭീഷണിയായിരിക്കുകയാണ്. കത്തിയ റോക്കറ്റ് ഭാഗങ്ങളും നിയന്ത്രണം വിട്ട ഉപഗ്രഹങ്ങളും അടക്കം ബഹിരാകാശത്ത് ഭൂമിയെ വലം വയ്ക്കുന്ന ഉപയോഗശൂന്യമായ മനുഷ്യനിർമ്മിത വസ്തുക്കളുമാണ് ബഹിരാകാശ മാലിന്യങ്ങൾ. പൊടിപടലങ്ങൾ മുതൽ ഭീമൻ പേടകങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. പല ഘട്ടങ്ങളിലായി മനുഷ്യൻ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്ന അവശിഷ്ടങ്ങളും ബഹിരാകാശ യാത്രികരുടെ ഉപേക്ഷിക്കുന്നതുമായ വസ്തുക്കളുമാണ് ഇവ. എന്നാൽ ഈ വസ്തുക്കൾ സംസ്കരിക്കുവാനുള്ള സാങ്കേതിക വിദ്യ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബഹിരാകാശ മാലിന്യം ടൺ കണക്കിന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. 2024 USA ഫ്ലോറിഡയിൽ ഒരു ആളുടെ വീടിനു മുകളിൽ ലോഹ കഷ്ണം പതിച്ച് തുള വീണിരുന്നു. ഇതേ തുടർന്ന് കുടുംബം നാസയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നു. വീടിൻ്റെ 2 നിലകളിലും സീലിംഗ് തുളച്ച് ലോഹ കഷ്ണം വീണത്. ഇതേ തുടർന്ന് നഷ്ടപരിഹാരത്തിന് കേസ് നടക്കുന്നുമുണ്ട്. 2021 വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പഴയ ബാറ്ററികൾ വഹിച്ചിരുന്ന പാലറ്റിൻ്റെ ഭാഗങ്ങളാണ് എന്നാണ് നാസ സ്ഥിരീകരിച്ചിരുന്നത്. എന്നാൽ ബഹിരാകാശ മാലിന്യങ്ങൾ ഒരു ഭീഷണിയായി വളർന്നു വരുന്നുവെന്ന് നാസ ശാസ്ത്രജ്ഞൻ്റെ പ്രവചനം പോലെയുള്ള സൂചനയാണ് കെസ്ലർ സിൻഡ്രം എന്ന് വിശേഷിപ്പിക്കുന്നു. എന്താണ് ഈ കെസ്ലർ സിൻഡ്രം? 1978 നാസയിലെ ശാസ്ത്രജ്ഞനായ ഡൊണാൾഡ് ജെ കെസ്ലർ ആണ് ഈ അവസ്ഥയെപ്പറ്റി പ്രവചിച്ചത്. ഉപഗ്രഹങ്ങളുടെ നിലനിൽപ്പ് തടയുന്ന വസ്തുക്കളും അവശിഷ്ടങ്ങളും കൊണ്ട് ഭൂമിയുടെ ഭ്രമണപഥം അമിതമായി നിറഞ്ഞിരിക്കുന്ന ഒരു സൈദ്ധാന്തിക സാഹചര്യമാണ് കെസ്ലർ സിൻഡ്രം എന്ന് പറയുന്നത്. അതായത് ബഹിരാകാശ മാലിന്യം പെരുകി ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഉപഗ്രഹങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഈ അവസ്ഥയെ ആദ്യമായി പറഞ്ഞതും കെസ്ലറാണ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ നിലകൊള്ളുന്ന ലോ എർത്ത് ഓർബിറ്റ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മാലിന്യ കൂമ്പാരമായിരിക്കുന്നു. നാസയുടെ കണക്കനുസരിച്ച് 6000 ടൺ വസ്തുക്കളാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ തുടർന്നാൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിലനിൽക്കുന്ന ബഹിരാകാശ അവശിഷ്ടങ്ങൾ ഭൂമിയെ അപകടത്തിലാക്കുമെന്നും അരിസോണ സർവകലാശാലയിലെ പ്രൊഫസറായ വിഷ്ണു റെഡ്ഡി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഭ്രമണപഥത്തിൽ മറ്റു ഗ്രഹങ്ങളിലും ഭൂമിയിലും കൂട്ടിയിടിക്ക് കാരണമാകുന്ന അവസ്ഥ വരും. ഈ നില തുടർന്നാൽ ഭൂമിയിലെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് പ്രതിസന്ധിയുണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്.